നമസ്കാരം. രാഷ്ട്രീയ അഴിമതികൾ പലതരത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ നഗരസഭാ കൗൺസിലർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് അഴിമതി നടത്താൻ പാകത്തിലാണ് നമ്മുടെ നിയമങ്ങൾ പഴുതുകളോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏത് തരത്തിൽ വേണമെങ്കിലും അഴിമതി നടത്താം. അഴിമതി തടയുക എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിനടുത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയം സന്ദർശിച്ചത്. 300-ലധികം പേർ അവിടെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ആ 300-ലധികം പേരെ പാർപ്പിച്ചിരിക്കുന്ന വീട് സമുച്ചയം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. 6 വർഷം മാത്രമായിട്ടുള്ളത് പൂർത്തിയായിട്ട് വലിയ അഴിമതി നടന്നിരിക്കുന്നു. സിമെന്റിലും കമ്പിയിലും ഒക്കെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. റോഡ് നിർമ്മാണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. ഏതു സാധനത്തിനും ചേർക്കേണ്ട സാധനം കുറച്ച് അഴിമതി നടത്താം. വലിയ കമ്മീഷനാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 1,00,000 കോടിയോളം രൂപ മുടക്കി കേരളയിൽ കൊണ്ടുവരാൻ പിണറായി വിജയൻ ധൃതി വച്ചത്, ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയത് അത്രയും കോടിയുടെ നിർമ്മാണമാണെങ്കിൽ അത്രയും കോടി അഴിമതി നടത്താം എന്നതുകൊണ്ടാണ്. ഒരു ഉന്നതൻ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അഴിമതിക്കാരനല്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന് അനുയായികൾ അവകാശപ്പെടുന്നു. അദ്ദേഹം കൂടെ കൂടെ പറയും, എനിക്ക് നയാ പൈസ വേണ്ട, എൻ്റെ പാർട്ടിക്ക് വേണമെങ്കിൽ വല്ലതും കൊടുത്തേക്കാൻ. ആരാണ് പാർട്ടി? അദ്ദേഹം തന്നെ. എന്നാൽ ഈ സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ടാവും വി സതീശൻ മന്ത്രിസഭയുടെ കാലത്തെ എന്ന് ജനം വിശ്വസിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, വി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായത് പരമ്പരാഗത രാഷ്ട്രീയ രീതിയിലല്ല. പരമ്പരാഗതമായി കിരീടധാരണം എന്ന നിലയിൽ ആ പദവിയിലെത്തിക്കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും ആ പദവിയിൽ തുടരുക, അവർ തന്നെയായിരിക്കും പാർട്ടിയുടെ ചുമതലക്കാരൻ. അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാലും അത് കഴിഞ്ഞ് അവർ തന്നെയായിരിക്കും വീണ്ടും ലീഡ് ചെയ്യുന്നത്. എന്നാൽ വി സതീശന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം സ്വന്തം വഴി വെട്ടിത്തെളിച്ച് ആ വഴിയുടെ ശക്തി കൊണ്ട്, ജനശക്തി കൊണ്ട് ആ പദവിയിലെത്തിയതാണ്. അതുകൊണ്ട് തന്നെ തോറ്റുപോയാൽ അദ്ദേഹം തീർന്നു. അടുത്ത തവണ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നാൽ പിന്നെ വി സതീശന് നേതാവ് എന്ന നിലയിൽ പ്രസക്തിയില്ല. അപ്പോൾ തന്നെ പുതിയ നേതൃത്വം വരും. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി സതീശൻ വന്നതുപോലെ അത്തരമൊരു പാരമ്പര്യമുള്ളത് കൊണ്ടും ഹൈക്കമാൻഡും പാർട്ടിയും ഒക്കെ അദ്ദേഹത്തിന് എതിരായതുകൊണ്ടും വി സതീശന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇന്ന് തുടർച്ച വേണമെങ്കിൽ വീണ്ടും തുടർഭരണം വേണം. അതുകൊണ്ട് തന്നെ അഴിമതിക്ക് വശംവദനാവാതെ പരമ്പരാഗത രീതികളെ എതിർത്ത് വി സതീശന് മുമ്പോട്ട് പോവേണ്ടതുണ്ട്. വി സതീശന്റെ ഭാഗ്യം പകുതിയിലധികം മന്ത്രിമാരും പുതുതലമുറയിൽപ്പെട്ടവരാണ്. അവർക്ക് അഴിമതി നടത്തുന്ന ഒരു നേതൃത്വമില്ലെങ്കിൽ അഴിമതി നടത്താൻ കഴിയില്ല. അവർക്ക് അഴിമതി നടത്തി പരിചയമില്ല. പരിചയമുള്ളവർ എങ്ങനെയെങ്കിലും അതിന് ശ്രമിക്കും. പുതിയ ആളുകൾ അഴിമതി നടത്തണമെങ്കിൽ അവർക്കതിന് ആശീർവാദം വേണം. അതുകൊണ്ട് തന്നെ വി സതീശൻ വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്കും എന്ന് വിശ്വസിക്കുന്നവർ നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ വി സതീശനും പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് ചീഫ് വിപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിലും ആവശ്യമില്ലാത്ത പദവി നിലനിർത്തേണ്ടി വന്നു. വി സതീശന്റെ രാഷ്ട്രീയം അനുസരിച്ച് ചീഫ് വിപ്പ് എന്ന പദവി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാതെ ക്യാബിനറ്റ് റാങ്കും മന്ത്രി പദവിയും സ്റ്റേറ്റ് കാറും 30ഓളം ജീവനക്കാരും താമസിക്കാൻ ബംഗ്ലാവും ഒക്കെ കൊടുക്കുന്ന ഒരു മന്ത്രി പദവിയാണ് ചീഫ് വിപ്പിൻ്റേത്. പക്ഷേ കേരള കോൺഗ്രസിന് 7 MLA-മാരുണ്ട്, ഒരു മന്ത്രി പദവിയെ കൊടുത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പദവി ചീഫ് വിപ്പാണ്, കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനിയും 2 പേരെ കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അത്തരം പദവി ആവശ്യമില്ലാത്തതാണ്. പക്ഷേ UDF സംവിധാനത്തിലെ മുതിർന്ന 2 നേതാക്കൾ ജീവനോടെ പുറത്തിരിപ്പുണ്ട്. അവർക്ക് മത്സരിക്കാനോ ജയിക്കാനോ മന്ത്രിയാവാനോ കഴിയുമായിരുന്നു. പക്ഷെ അവർ മാറി നിന്നു. മുസ്ലിം ലീഗിന്റെ നേതാവ് ഡോക്ടർ മുനീറാണ് ഒരാളെങ്കിൽ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫാണ്. 2 പേരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ട ബാധ്യത വി സതീശൻ ഏറ്റെടുക്കേണ്ടി വരും. എന്തെങ്കിലും മുന്നോക്ക വിഭാഗമെന്നോ ന്യൂനപക്ഷമെന്നോ അല്ലെങ്കിൽ ഭരണഘടനയെന്നൊക്കെ പറഞ്ഞ് അവർക്കും ഉയർന്ന പദവി കൊടുക്കേണ്ടി വരും. എന്നാൽ പോലും തന്നാൽ കഴിയുന്ന വിധത്തിൽ അഴിമതിക്കെതിരെ, ധൂർത്തിനെതിരെ വി സതീശൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു അടിപൊളി വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വളരെ ശ്രദ്ധേയമായ വാർത്തയാണത്. കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. 25 മുതൽ 30 വരെ പേഴ്സണൽ സ്റ്റാഫിനെ ഒരു മന്ത്രി നിയോഗിക്കും. ഇവയിൽ മഹാഭൂരിപക്ഷം പേരും ഏത് പദവിയിലാണെങ്കിലും അവരെ മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ നിയോഗിക്കാം. PSC പരീക്ഷയില്ല, ഇന്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. മന്ത്രി തീരുമാനിച്ചാൽ മതി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആരാകണം. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള CM രവീന്ദ്രൻ എന്ന പേരുള്ളയാൾ പാർട്ടിയിൽ ഉന്നത ബന്ധമുള്ളത് കൊണ്ട് കഴിഞ്ഞ 30 വർഷമായി സർവീസിലാണ്. മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആരുമാവട്ടെ CN രവീന്ദ്രൻ ആ സ്റ്റാഫിൽ കാണും.
മുഖ്യമന്ത്രിയായി പിണറായി വിജയനോട് 10 വർഷമുണ്ടായിരുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിൽ. എന്ന് വെച്ചാൽ ഏതാണ്ട് ഗവൺമെന്റ് സെക്രട്ടറി റാങ്കാണ്. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നായനാരുടെയും അച്യുതാനന്ദന്റെയും പിണറായിയുടെയും ഒക്കെ മന്ത്രിസഭയിലെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി 30 വർഷം സർവീസ് പൂർത്തിയാക്കി. ലക്ഷക്കണക്കിന് രൂപയാണ് പെൻഷൻ പറ്റുന്നത്. മിനിമം പെൻഷൻ എന്ന് പറയുന്നത് 4750 രൂപയാണ്. സർവീസ് കൂടുന്നതനുസരിച്ച് പെൻഷൻ കൂടി വരും. CM രവീന്ദ്രന് കുറഞ്ഞത് മാസം 1 ലക്ഷം രൂപയെങ്കിലും പെൻഷൻ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സകല മനുഷ്യർക്കും പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, നിയമവിരുദ്ധ പരിപാടിയാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഏറ്റവും വിചിത്രമായ സംഗതി, 2 വർഷം സർവീസ് ഉണ്ടെങ്കിലും പെൻഷൻ കിട്ടും. 2 വർഷം കഴിഞ്ഞ് 1 ദിവസം കൂടി പെൻഷൻ ഉണ്ടെങ്കിൽ 3 വർഷത്തെ പെൻഷൻ കിട്ടും. അങ്ങനെ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാർട്ടിക്കാർ പണിയില്ലാത്തവർക്കും ഈ പെൻഷൻ അർഹതയുണ്ട്. PC ജോർജ് ചീഫ് വിപ്പ് ആയിരുന്നപ്പോൾ 30 പേരെയാണ് നിയമിച്ചത്. ഈ 30 പേരിൽ പകുതിയിലധികം പേർ തിരുവനന്തപുരം കണ്ടിട്ടില്ല. കോട്ടയം ജില്ലയിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമ പോലും PC ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു, ശമ്പളം കൈപ്പറ്റിയിരുന്നു, പെൻഷൻ വാങ്ങിയിരുന്നു. ഇത്തരത്തിലാണ് സകലരും ഈ പണിക്കിറങ്ങുന്നത്. അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസുണ്ട്. AG ഇത് ശരിയല്ല, കേരളത്തിൽ മാത്രമാണ് ഇവർക്ക് പെൻഷൻ ഉള്ളത് എന്ന് AG പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരാളെ മാത്രമേ സ്വകാര്യമായി എടുക്കാൻ ഒരു മന്ത്രിക്ക് അവകാശമുള്ളൂ. കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ആകെപ്പാടെ 15 ജീവനക്കാരേ ഉള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തും അവസ്ഥ. പക്ഷെ കേരളത്തിൽ ഇങ്ങനെയല്ല. ഈ സാഹചര്യത്തിന് മാറ്റം വരുത്താൻ സതീശന് കഴിയില്ല. കാരണം സീറ്റ് കിട്ടാത്തവരും പെട്ടുപിടിച്ചവരും വിയർപ്പൊഴുക്കിയവരും ഒക്കെ എന്തെങ്കിലും ഒരു പദവിയിൽ കയറാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്കുള്ള പദവിയാണ്. പക്ഷെ സതീശൻ ഒരു നല്ല കാര്യം ചെയ്തു. ആ നല്ല കാര്യം 4 വർഷമെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ കൊടുക്കാവൂ എന്നതാണ്. ഇതിനപ്പുറത്തേക്ക് കടുപ്പിക്കാൻ സതീശന് കഴിയില്ല. 2 വർഷം പൂർത്തിയായാൽ പെൻഷൻ കിട്ടുന്നതിന് പകരം ഒരാൾ 4 വർഷമെങ്കിലും സർവീസിലുണ്ടെങ്കിൽ മാത്രം പെൻഷൻ വാങ്ങണമെന്ന് സതീശൻ നിയമം കൊണ്ടുവരുന്നു. അതെല്ലാ മന്ത്രിമാരും അറിയിച്ചിട്ടുണ്ട്. 4 വർഷം സർവീസ് ഇല്ലെങ്കിൽ പെൻഷൻ ഇല്ല. ഇത് വലിയ മാറ്റത്തിന് കാരണമാകും. കാരണം ഇപ്പോൾ ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാമോ? 2.5 വർഷമാകുമ്പോൾ ഈ പേഴ്സണൽ ജീവനക്കാരെ മാറ്റും. 30 പേരെ എടുക്കുന്നു, 2.5 വർഷം സർവീസ് ഇരിക്കുന്നു. ഈ 2.5 വർഷമാകുമ്പോൾ ഈ 30 പേരെ പെൻഷൻ അയച്ചു വിടും. എന്നിട്ട് പകരം 30 പേരെ കൊണ്ടുവരും. അങ്ങനെ 60 പേർക്ക് പെൻഷൻ കിട്ടുന്ന സമ്പ്രദായമാണ് ഇവർ ചെയ്തിരുന്നത്. അത് നിർത്തും. ഒരാൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ കുറഞ്ഞത് 4 വർഷം സർവീസ് വേണം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എന്ന നിയമം സതീശൻ കൊണ്ടുവന്നിരിക്കുന്നു. പരിമിതികൾക്കിടയിൽ സതീശനെ അങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷെ മുൻകാല പ്രാബല്യം നടപ്പിലാക്കിയിട്ടില്ല. അത് ശരിയല്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി പേർ 2.5 വർഷം കഴിഞ്ഞപ്പോൾ പുതിയ ആളുകളെ നിയോഗിച്ചു. അവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കണം. മാത്രമല്ല ആ 2 കൂട്ടർക്കും, അങ്ങനെ മാറിപ്പോയവർക്കും പുതുതായി വന്നവർക്കും പെൻഷൻ കൊടുക്കരുത്. അതിന് പേരിൽ അവർ കേസിന് പോകട്ടെ. കേസിന് വരുമ്പോൾ സർക്കാരിന്റെ വാദം പറയാമല്ലോ. അവർക്ക് പെൻഷൻ അനുവദിക്കാനുള്ള നീക്കം ശരിയല്ല. അവരെ കൂടി പുതിയ നിയമത്തിന്റെ പരിധിയിൽ പെടുത്തണം എന്ന് VD സതീശനോട് അപേക്ഷിക്കുകയാണ്. അതാണ് മര്യാദ. അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് നിയമം കൊണ്ടുവരുന്നത്. അത്രയും ദയയും ഔദാര്യമൊന്നും അവരോട് ചെയ്യേണ്ടതില്ല. ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ്. ഈ ജീവനക്കാരെ എന്തിനു സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു? സതീശൻ അക്കാര്യത്തിൽ കൂടി തീരുമാനം മാറ്റണം. ഇത്തരത്തിൽ ചില പരിഷ്കാരങ്ങൾ സതീശൻ കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ ചെയ്യേണ്ട ഒരുപാട് പണികളുണ്ട്. ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇഷ്ടം പോലെ കമ്മീഷനുകളും ബോർഡുകളും കോർപ്പറേഷനുകളും ഒക്കെ ഉണ്ട്. എല്ലാം വെള്ളാനങ്ങളാണ്. ഇപ്പൊ യൂത്ത് ബോർഡുമുണ്ട്, യൂത്ത് കമ്മീഷനുമുണ്ട്. ശിശു വികസനത്തിന് തന്നെ 3-4 സംവിധാനങ്ങളുണ്ട്. ഇത് മന്ത്രാലയം വേറെ ഉണ്ടെന്ന് ഓർക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മന്ത്രാലയമുണ്ട്, ഡയറക്ടറേറ്റുമുണ്ട്. ഇത് രണ്ടും കൂടാതെയാണ് ബോർഡുകളും കോർപ്പറേഷനുകളും കമ്മീഷനുകളും ഒക്കെ ആയി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഇവയൊക്കെ പിരിച്ചുവിടണം. ഇതിനൊന്നും ധൈര്യം സതീശൻ ഉണ്ടാവില്ല എന്നറിയാം. എങ്കിൽ പോലും ചില മാറ്റങ്ങൾക്ക് സതീശൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല, കൈയടിക്കാതിരിക്കാൻ കഴിയില്ല. ചെലവ് ചുരുക്കാൻ വേണ്ടി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ സതീശൻ നിവൃത്തിയില്ല. ഒന്നാമത് ഖജനാവിൽ കാശില്ല. രണ്ടാമത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പണമുണ്ടാക്കുക എന്നതാണ്. പണമുണ്ടാക്കണമെങ്കിൽ ചെലവ് ചുരുക്കണമെങ്കിൽ ഇത്തരം പരിപാടികളിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ, ഭരണ തുടർച്ച ഉണ്ടാക്കാൻ കഴിയൂ. സതീശന് എല്ലാവിധ ആശംസകളും. 4 കൊല്ലം പൂർത്തിയാക്കിയ പേഴ്സണൽ സ്റ്റാഫിന് മാത്രം പെൻഷൻ കൊടുക്കുന്നത് പോലെയുള്ള നവീനമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.